പാലക്കാട് സുരേഷ് ഗോപി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ സുരേഷ് ഗോപി കളത്തിലിറങ്ങുന്നതിൽ എന്തിത്ര പ്രത്യേകതയെന്ന് ചോദിച്ചേക്കാം. പക്ഷേ സുരേഷ് ഗോപി കളത്തിലിറങ്ങുകയോ സുരേഷ് ഗോപി എവിടെയെങ്കിലും ചെന്ന് രണ്ട് വാക്ക് പറയുകയോ ചെയ്യുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ആരെങ്കിലും ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു, പിന്നെ ഞാനൊന്നും ചെയ്യണ്ട, കേരളത്തിലെ മന്ത്രിമാരാകാനുള്ള ഓടി അവിടെ എത്തിക്കൊള്ളും, എത്തിയിട്ട് അവർക്ക് വീടും വെച്ചു കൊടുക്കും, എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അതാണ് അവസ്ഥ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് പാലക്കാട് കളത്തിലിറങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ പ്രാധാന്യം കാണുന്നത്, അങ്ങനെ പറയാൻ കാരണം അതൊന്ന്. രണ്ട്, അദ്ദേഹം പാലക്കാട് ചെന്നിട്ട് പാലക്കാട് ഞാനിങ്ങ് എടുക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള പ്രസംഗങ്ങളാണ് അത് അവിടെ നടത്തിയത്. മാത്രമല്ല ഇനിയൊന്നും കൂടെ ഉണ്ട്, അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ പിന്നെ അസൗകര്യങ്ങൾ. അവിടെ കുട്ടികൾ യാതൊരു സൗകര്യമുണ്ട്. മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പട്ടികജാതി വകുപ്പിൻ്റെ കീഴിലാണ് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പട്ടികജാതിക്ക് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ കോളേജാണ്, അതിൻ്റെ വകുപ്പിൻ്റെ കീഴിലാണ്. അത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലോ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലോ അല്ല, പട്ടികജാതി വകുപ്പിൻ്റെ കീഴിലാണ് ആ മെഡിക്കൽ കോളേജ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അവിടെ ആ മെഡിക്കൽ കോളേജിന് വളരെ അവഗണനയാണ്, യാതൊന്നുമില്ല. പിള്ളേർ കഴിഞ്ഞ ദിവസം അവിടെ വലിയ സമരം നടത്തി, കുറേ ദിവസം അവർ സമരമായിട്ട് രംഗത്തിറങ്ങി, അത് വലിയൊരു വിഷയമാണ്. തൃശ്ശൂരിൽ മറ്റേ കരുവന്നൂർ ബാങ്ക് പോലെ പാലക്കാട്ട് മെഡിക്കൽ കോളേജ് ഒരു നല്ലൊരു പോയിൻ്റാണ്, വലിയൊരു വിഷയമാണ്. അവിടെയാണ് സുരേഷ് ഗോപി പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് സുരേഷ് ഗോപി കണ്ടപ്പോൾ മന്ത്രി രാധാകൃഷ്ണനെ, പഴയ മന്ത്രി രാധാകൃഷ്ണനെ കണ്ടപ്പോൾ, നിങ്ങൾ എന്താണ് മെഡിക്കൽ കോളേജ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയും, ഞാൻ ചെയ്തോളാം, എനിക്ക് ആളുണ്ട്, ഞാൻ ചെയ്തുകൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും അദ്ദേഹം പോയിന്റ് സ്കോർ അടിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട്ട് ഇറങ്ങിയിരിക്കുന്നു, കളത്തിലിറങ്ങിയിരിക്കുന്നു. എന്തായിരിക്കും അവസ്ഥ? അരിക്കൊമ്പൻ്റെ അവസ്ഥയായിരിക്കും. അരിക്കൊമ്പൻ്റെ നിങ്ങൾ ആനയെ പിടിച്ചിരിക്കുകയാണല്ലോ, ഇന്ന് വലിയ കാര്യമായിട്ട് മൊത്തം ചർച്ചകൾ ആനയെ പിടിച്ചിരിക്കുന്നതാണ്. അല്ല, അരിക്കൊമ്പന് ഭയങ്കര ഫാൻ ഫോളോയിങ് ആണല്ലോ. സുരേഷ് ഗോപിക്ക് അതുപോലെ ഭയങ്കര ഫാൻ ഫോളോയിങ്. നമ്മളൊക്കെ സുരേഷ് ഗോപിനെ പറ്റി ഈ രാഷ്ട്രീയത്തിൽ നല്ലത് പറയുമ്പോൾ, അവർക്ക് ഓൾറെഡി സിനിമയുടെ രീതി വലിയ ഫാൻ ഫോളോയിങ്. രാഷ്ട്രീയത്തിൽ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നവരെ വലിയൊരു താല്പര്യമില്ലായിരുന്നു. ഇപ്പൊക്കെ മാറ്റിപ്പോകും. സുരേഷ് ഗോപി തോൽക്കും, സുരേഷ് ഗോപി മാടാന്നൊക്കെ വന്നപ്പോൾ ഇപ്പം എന്നോട് അത് ഞാൻ അന്നേ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഇപ്പൊ വേദനാണോ അത്? അത് നമ്മളെ അച്ചായന്മാർ ചെയ്താൽ നിങ്ങൾ കാക്കായ്മാർ കയ്യിലെന്താ റോള്? ഞാൻ പറഞ്ഞു അച്ചായന്മാർ എന്നെ വോട്ട് ചെയ്ത് ശരി, നിങ്ങളെന്താ എന്തെങ്കിലും പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ അതാണ് അതിന്റെ ഒരു, ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്, അതുകൊണ്ടാണ്. അപ്പം മൂപ്പർ അവിടെ പോയിട്ട് ഇപ്പം കാണിക്കുന്നത്, ഇപ്പം പറയുന്നത് ഡയലോഗാണ്. സുരേഷ് ഗോപിയുടെ കാര്യം ഈ പറയുന്ന ഡയലോഗുകൾ പ്രാവർത്തികമാക്കുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഡയലോഗ് അടിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മളെ എടുക്കാൻ പറ്റുന്ന ഡയലോഗ് അടിച്ച് നമ്മളെ വില പോയി പോകും. ഈ മൂപ്പർ സൂക്ഷിക്കേണ്ട അതാണ്. അല്ല, ഇനി സുരേഷ് ഗോപി സൂക്ഷിക്കേണ്ട അതാണ്. കാരണം മനുഷ്യന്മാർക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ എക്സ്പെക്ടേഷൻ നമ്മൾ തീർത്തു കൊടുത്താൽ പുതിയ പുതിയ എക്സ്പെക്ടേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ 100 കാര്യം ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാതെ നമ്മൾ മൊത്തം എതിരാവും. ഒരു ഉപകാരം ചെയ്യാത്തവൻ അവനും തിരിച്ചു പോയി വോട്ട് ചെയ്യും. അങ്ങനെ പ്രശ്നമുണ്ട് മനുഷ്യന്. മനുഷ്യന്റെ ബേസിക് നാച്ചറാണ്. സുരേഷ് ഗോപി ഇനി അതാണ് ശ്രദ്ധിക്കേണ്ടത്. നടക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാം. അത് ഇതുവരെ ഉള്ളവരെ നടത്തി. ഇതുവരെ ഇതിന് മുമ്പുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു. തൃശ്ശൂർ മൊബൈൽ എടുക്കാൻ 2 തവണ നോക്കി നടന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ അതല്ല, ഇപ്പൊ എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോൾ എല്ലാം നടക്കണമെന്നാണ് നാട്ടുകാർ ആഗ്രഹിക്കുക. പിന്നെ ഈ അതുകൊണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ ഭരചന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് സാധാരണത്തിനെ മറ്റേ ക്യാരക്ടർ ആവുന്നതാണ് നല്ലത്. ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. പക്ഷെ പാലക്കാട് എങ്ങനെയായിരിക്കും? പാലക്കാട് എൻട്രി എങ്ങനെയായിരിക്കും? ഈ വന്ന എൻട്രി ഗുണം ചെയ്യുമോ? ഇപ്പം ഭയങ്കര ഹൈപ്പല്ലേ. ഇപ്പൊ 2014 പിണറായി വിജയൻ, 2014 നരേന്ദ്രമോദി, ആ ഒരു ഇമേജ് ഉണ്ട് സുരേഷ് ഗോപിക്ക്. ഇപ്പോൾ എവിടെ പോയാലും ആള് കൂടും, ഭയങ്കര റെസ്പെക്ട് ഉണ്ട്, ആ കൊള്ളാം, ഇയാൾ തിരക്കടില്ല എന്നൊക്കെ ഉള്ളൊരു ചെമ്പ് ഗോപി, മണ്ടൻ ഗോപി എന്നുള്ളതൊക്കെ മാറിയിട്ട് ബ്രില്യൻ ഗോപി, ധീരനായ ഗോപിയൊക്കെ ആയിട്ടുണ്ട്. അത് അവിടെയാണ് പ്രശ്നം. മറ്റേത് രണ്ടാമതും പ്രശ്നമില്ല, എല്ലാം നമുക്ക് പോസിറ്റീവാണ്. ഇങ്ങനെ ഇമേജ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പും സൂക്ഷിക്കണം. ഇത് ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ. എസ്പെഷ്യലി ഈ ആദിവാസി മേഖല കോൺസെൻട്രേറ്റ് ചെയ്യാൻ മോഡിയുടെ ആദിവാസി ദളിത് ഏരിയകൾ മോഡിയുടെ ഫോക്കൽ പോയിന്റാണ്. മോഡിയുടെ സ്വന്തം ആളാണ്, മോഡിയുടെ ഒരു ക്ലോണാണ് സുരേഷ് ഗോപി. അപ്പോൾ അതുകൊണ്ട് ഇത് സുരേഷ് ഗോപി അതെന്തെങ്കിലും ചെയ്യണോ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് സമ്മതിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഈഗോ വർക്കൗട്ട് ആവുമല്ലോ. സുരേഷ് ഗോപി ഏറ്റെടുക്കുമ്പോൾ പിന്നെ സുരേഷ് ഗോപി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ മറികടക്കുന്ന രീതിയിൽ ഒരു ക്യാമറ പ്രസൻസ് അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടുന്ന ആൾ ഒന്നെങ്കിൽ അമിത്ഷാ വരണം, അല്ലെങ്കിൽ മോഡി വരണം, അല്ലെങ്കിൽ രാഷ്ട്രപതി വരണം. വേറെ ആര് വന്നാലും സുരേഷ് ഗോപിയിലേക്ക് ഫോക്കൽ പോയിന്റ് പോകും. ഒന്ന് ഹ്യൂജ് ശരീരവും സ്ക്രീൻ പ്രസൻസും, പിന്നെ ഈ സിനിമ നടൻ എന്നുള്ള ഇമേജ്, പിന്നെ ഇപ്പോൾ കുതിരയ്ക്ക് കൊമ്പ് കിട്ടിയ പോലെ മന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികം ക്യാമറ അങ്ങോട്ട് പോകും. അപ്പോൾ അതൊക്കെ മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക്, നമ്മളെപ്പോഴുള്ള രാഷ്ട്രീയക്കാർ ചെറിയ ചെറിയ മനുഷ്യന്മാരാണ് മാനസികമായിട്ട്. അവർക്ക് ഈ വിശാലമായ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല.
പക്ഷെ സുരേഷ് ഗോപി ഇവർ ഭയക്കുന്നുണ്ടോ? അതാണല്ലോ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ആരെങ്കിലും പോയി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു വീട് വെച്ച് കൊടുക്കാൻ അവിടെ ആളെത്തും. അതാണ് പേടിയാണ്. കേരളത്തിൽ ഇനിയിപ്പോ എന്ന് വെച്ചാൽ ഇപ്പോഴുള്ള രാഷ്ട്രീയക്കാർക്ക് വേറെ ഭീഷണിയൊന്നുമില്ല. അവർ സ്റ്റാറ്റസ് കോയിൽ അഭിരമിക്കുന്ന ആളുകളാണ്. അവർക്ക് ഒരേ ഒരു ഭീഷണി സുരേഷ് ഗോപിയാണ്. സുരേഷ് അദ്ദേഹത്തിന്റെ പിന്നിലെ ബി ജെ പിയിൽ സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപി ഈ പറയുന്ന പോലെ ഡെലിവർ ചെയ്യുന്ന ഒരാളാണ്. ഇയാൾക്ക് വേറെ താല്പര്യങ്ങളില്ലല്ലോ. പിന്നെ സുരേഷ് ഗോപി നിങ്ങൾ എവിടെയായിട്ട് പിടിക്കാനാ? ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടേ പിടിക്കാൻ. അപ്പം ഇയാളുടെ ഇപ്പം വണ്ടിയുടെ കേസാണ് ഉള്ളത്. വണ്ടിയുടെ കേസ് അയാൾക്ക് അവിടെ പോണ്ടിച്ചേരിയിൽ അയാൾക്ക് ഫാം ഹൗസ് ഉണ്ട്. അല്ല, ഒരു വനിതാ പ്രവർത്തകയെ പിടിച്ചതുകൊണ്ട് അത് നടക്കാൻ അതിപ്പോ നിങ്ങൾ സുരേഷ് ഗോപിനെ പിടിച്ച് ജയിലിൽ അടച്ചാൽ സുരേഷ് ഗോപി അത്രയും ശക്തിപ്പെടും. കാരണം വെച്ചാൽ എന്താണെന്ന് പകൽവട്ടത്തെ പോലെ ആളുകൾക്ക് മനസ്സിലായി. അതവർക്ക് മനസ്സിലായി. ആ തൃശ്ശൂർ ഗുണവും ചെയ്തു, ഒരുപാട് ഗുണം ചെയ്തു. അതിന്റെ പുറത്ത് ഇപ്പൊ അയാൾ പിടിച്ച് ജയിലിലിട്ട് അയാൾ അടുത്ത മുഖ്യമന്ത്രിയാവും. എല്ലാ മണ്ഡലത്തിലും സുരേഷ് ഗോപിന്റെ ഫോട്ടോ വെച്ചിട്ട് വെറുതെ ആരെങ്കിലും ഇലക്ഷൻ നിർത്തിയാൽ മതി, ജയിക്കും. മലപ്പുറം അങ്ങനെ മുസ്ലിം കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് വെച്ച് ബാക്കിയെല്ലാം അങ്ങനെ പാലക്കാട് ഈ സുരേഷ് ഗോപി എൻട്രി കൊണ്ട് മാത്രം ജയിക്കും. അവിടെ BJP അങ്ങനെ ജയിക്കുന്നില്ല. അല്ല, സുരേഷ് ഗോപി ഒരു 20% വോട്ടൊക്കെ മൊബിലൈസ് ചെയ്യാൻ പറ്റും, ടോട്ടൽ വോട്ട്. പക്ഷെ BJP എന്തായിരിക്കണം അവിടെ ഒരു തന്ത്രം കളിക്കേണ്ടത് എന്നുവെച്ചാല് അവര് കളിക്കാതെ സ്ഥാനാർത്ഥി വളരെ നിർണായകമാണ്. പിന്നെ എങ്ങനെ അവര് സ്ഥാനാർത്ഥിയെ പ്രസന്റ് ചെയ്യുന്നു? അല്ല, സുരേഷ് ഗോപിയുടെ അതേ അനുഭവമുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ട്, കൃഷ്ണകുമാർ. 2-3 പ്രാവശ്യം 3-4 പ്രാവശ്യം തോറ്റ് ജനങ്ങളുടെ മുന്നിൽ തോറ്റ് നിൽക്കുന്ന, എന്നാൽ എപ്പോഴും ജനങ്ങളുടെ നിൽക്കുകയും വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷ്ണകുമാർ അവിടെ ഉണ്ട്. ആ സുരേഷ് ഗോപി ജയിച്ചു വന്ന സൈതി, അത് ഓ രാജഗോപാൽ ജയിച്ചു വന്ന അങ്ങനെ 2-3 പ്രാവശ്യം തോറ്റിട്ട് ജയിച്ചു വന്നതുപോലെ, 2-3 പ്രാവശ്യം ചോദിച്ചിട്ട് സുരേഷ് ഗോപി ജയിച്ചു വന്നതുപോലെ, കൃഷ്ണകുമാറും അതുപോലെ 2-3 പ്രാവശ്യം തോറ്റിട്ട് അവിടെ മത്സരിച്ചാൽ ജയിച്ചുകൂടാമോ? BJP ആ തരത്തിലൊരു നോക്കുമോ? എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? സുരേഷ് കൃഷ്ണകുമാർ നല്ല കാൻഡിഡേറ്റ് എന്ന് തോന്നുന്നു. ഏത് സ്ഥാനാർത്ഥികൾ ആരാന്നും കൂടി നോക്കണം. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്ന് ഞാനൊരു യുവാവ് എന്ന രീതിയിലൊരു ഹൈപ്പ് ഉണ്ട്. യുവാക്കൾക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോഴുള്ള പിള്ളേർ ബേസിക്കലി വീരങ്കട്ടന്മാരാണ്. ഇപ്പോൾ ഉള്ളൊരു ഒരു പ്രളയം വന്നാൽ ഇവർ ചത്ത് കൂടെ നോക്കും. ഒരു ക്യാമ്പയിൻ കണ്ടാൽ അതിൻ്റെ കൂടെ നോക്കും. അതല്ലാതെ ഈ ക്യാമ്പയിൻ എങ്ങനെയാണെന്നും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നന്മയുണ്ട്. അതുകൊണ്ടാണ് പ്രളയത്തിലൊക്കെ നമ്മളൊക്കെ പഠിച്ചപ്പോൾ അവർ പക്ഷേ മണ്ടന്മാരാണ് ബേസിക്കലി. ഇവർക്ക് ഉൾക്കളികൾ അറിയില്ല. ആർക്കും ഇവരെ പെട്ടെന്നൊരു ക്യാമ്പയിൻ വഴി അങ്ങ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെ ബഹിരാഷ്ട്ര കമ്പനികൾ ലോഞ്ച് ചെയ്തത്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പറയുന്നത് ശരിയാണ്, സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ്. അവർ നമ്മുടെ മൈൻഡിനെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ അത് ഉപയോഗിക്കുന്ന ആളുകളല്ലേ. അപ്പം യുവാവ് സ്വാഭാവികമായിട്ടും ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതായിരിക്കും. അവർക്ക് പറ്റിയ യുവ സ്ഥാനാർത്ഥി ആരാളുള്ളത്? ആ നാട്ടുകാരനാണെങ്കിൽ മറ്റേ ഇവനുണ്ട്, സന്ദീപ് വാര്യരുണ്ട്. സുരേഷ് ഈ കൃഷ്ണകുമാർ അത്ര വലിയ പ്രായമല്ല. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാകുമ്പോൾ അതേ ലെവലിൽ നിൽക്കുന്ന ഒരുത്തം വരണം. അത് ആ നാട്ടുകാരനായിരിക്കണം. രാഹുൽ മാങ്കൂട്ടം ആ നാട്ടുകാരനല്ല, പക്ഷെ നാട്ടുകാരന് പിന്നെ അവരൊരു കൂട്ടത്തിൽ അങ്ങനൊരു കരിഷ്മേന്റെ കൊണ്ട് നേരിടണം. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന് വെച്ചാൽ അവൻ ആദ്യം ചാനലുകൾ നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. ഇപ്പം കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് പൊതുവെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോഴുള്ള ചില സംസാരമാണ് എന്നോടെന്തോ ഇപ്പം ഞാൻ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ഗുണമുണ്ട് കേട്ടോ. അന്ന് രാത്രി അവൻ എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ അങ്ങനെ അത് ഉദ്ദേശമല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ പറ്റി നല്ലത് പറഞ്ഞായിരുന്നു, പറഞ്ഞത് നിങ്ങൾ ഇടപെട്ടു. അല്ല ഞാൻ ആ ഒരു മനസ്സുണ്ടല്ലോ, അതുപോലെ നമ്മളെ നാട്ടുകാർക്കൊന്നും കാണാത്ത മനസ്സാണ്. അവൻ രാഹുൽ എന്നെ വിളിച്ചു, രാത്രി വിളിച്ച് സംസാരിച്ചു. അപ്പം പക്ഷെ അവിടെ CPM രാഹുൽ വരുമ്പോ LDF എങ്ങനെ കളിക്കും? LDF അവിടെ പ്രത്യേകിച്ച് ഗോപിയായിരിക്കും. BJP ആണ് ശത്രു, അല്ലാതെ കോൺഗ്രസ് അല്ല. കോൺഗ്രസ് ഗോപിനാഥനായിരിക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥി. ഗോപിനാഥ് പറഞ്ഞു വെച്ചാൽ അവിടെ കോൺഗ്രസിനാണ് സാധ്യത തോന്നുന്നു അവിടെ. BJP ആ രീതിയിൽ വോട്ട് പിടിച്ചുകൊണ്ട് കൂടുതൽ അവർക്ക് ഭൂരിപക്ഷം നല്ല വോട്ടുണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്ത് ഇനിയും കൂട്ടണം. അങ്ങനെ വോട്ട് ചെയ്ത് കൂടെ CPMന്റെ വോട്ട് പിടിക്കാൻ പറ്റണം. കോൺഗ്രസ് അവിടെ രാഹുലാണെങ്കിൽ നല്ല സ്ഥാനാർത്ഥിയാണ്. പിന്നെ സരീന് അത്ര കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സരീന് അത്ര അല്ല സ്ഥാനാർത്ഥി. രാഹുലിന് ഭയങ്കര കരിഷ്മയാണ്. ഇപ്പൊ നമ്മൾ ഷാഫിനെ കൊണ്ട് പറഞ്ഞ പോലെ രാഹുൽ നല്ല കരിഷ്മയുള്ള നേതാവാണ്. പക്ഷേ ഈ പറയുന്ന സരിൽ ഡോക്ടർ സരീൻ ആ നാട്ടുകാരനാണ്, പാലക്കാട്ടുകാരനാണ്, ഒറ്റപ്പാലക്കാരനാണെന്ന് തോന്നുന്നു. അപ്പം പക്ഷെ അവനെക്കൊണ്ട് നന്നാവും ഇയാൾ തന്നെയാണ്. രാഹുലാണെങ്കിൽ മറ്റുള്ളവരൊന്നും വെള്ളം കുടിക്കും. അല്ലപ്പോൾ CPM അങ്ങനെ ആയിരിക്കും അവരുടെ രാഷ്ട്രീയ ടാറ്റിക്സ്. അല്ല, അവർ മത്സരിക്കില്ല. അവരുടെ മത്സരം വളരെ പേരിന് മാത്രം, എനിക്ക് തോന്നുന്നത് അവർ പേരിന് മാത്രമായ മത്സരമായിരിക്കും. സുഖമായിക്കോളും. വിജയരാഘവൻ പിടിച്ചതിന്റെ ഒരു 10-1 പിടിച്ചാൽ മതി. അപ്പം അപ്പുറത്ത് പാർട്ടി വോട്ട് വീഴും. ബാക്കി കോൺഗ്രസിലൊക്കെ BJP സ്ഥാനാർത്ഥി അല്ല ആരാധന അങ്ങോട്ട് പോകും.
ആർഷോന്റെ പ്രശ്നം, ഞാൻ ആർഷോനെ കുറ്റം പറയുന്നില്ല. ഉള്ള ആളുകൾ നല്ല നേതാക്കന്മാരെ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നല്ല പിള്ളേരൊന്നും ഇന്ത്യയിൽ നിൽക്കുന്നില്ല, കേരളത്തിൽ നിൽക്കുന്നില്ല. അവർ BA ക്ക് പുറത്തു പോവാണ്. ക്യാമ്പസിൽ വരുന്നത് ഏവറേജ് പിള്ളേരാണ്. പിന്നെ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് വലിയ രാഷ്ട്രീയമില്ല. അവിടെ വെറ്റിനറി കോളേജിലൊക്കെയാണ് വലിയ കുറച്ചൊക്കെ രാഷ്ട്രീയം ഉണ്ട് എന്നൊക്കെ പറയാവുന്നത്. അല്ല, സുരേഷ് ഗോപിക്ക് മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റും. അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ സപ്പോർട്ട് ചെയ്താൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ സുരേഷ് ഗോപി അതിന് ക്യാമ്പയിനൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇമേജ് മോശം. ആദിവാസി ദളിത് മേഖലയാണ്. മിക്കവാറും ആ പോയിന്റിലായിരിക്കും ഇപ്പം സുരേഷ് ഗോപി പിടിക്കാൻ പോകുന്നത്. സുരേഷ് ഗോപി ഞാൻ മനസ്സിലായിട്ടുള്ള നല്ല തെളിച്ചുള്ള ബുദ്ധിയുള്ള ആരോ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് നല്ല ധാരണയുള്ള ആളാണ്. നമ്മൾ ഈ പലരും പറയുന്നത് മണ്ടനം എന്നല്ല. അയാൾ ആ രീതിയിലാണ് അയാളെ കരിയർ രാഷ്ട്രീയ സിനിമയിലാണ് രാഷ്ട്രീയത്തിലാണ് ഇതുവരെ ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ മണ്ടന്മാരെന്ന് കരുതുന്നവരല്ല മണ്ടന്മാർ. സത്യം നിങ്ങൾ വലിയ ബുദ്ധിരാക്ഷസന്മാരെന്ന് കരുതുന്ന ആളുകളാണ് പലരും മണ്ടന്മാർ. ഈ മണ്ടന്മാരെ നിങ്ങൾ പറയുന്ന പല ആളുകളും കാഞ്ഞ ബുദ്ധിയുള്ള ആളുകളാണ്. പെടാൻ വക ഇല്ലാത്തവർക്കല്ല വളരെ മാന്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരായിരിക്കും. എന്തായാലും സുരേഷ് ഗോപിയുടെ എൻട്രൻസ് പിന്നെ അല്ല, ഞാനിപ്പോൾ അത് രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് അവിടെ അട്ടപ്പാടി മേഖലയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. ഈ പാവങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാനില്ല. മോഡിയുടെ ഒരു ഗുണം ഞാൻ കണ്ടത് ആദിവാസി മേഖലയിലൊക്കെ അയാൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ദളിത് മേഖലയിൽ ഒക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് സുരേഷ് ഗോപി വഴി അവിടെ ഇടപെട്ടിട്ട് ആ മെഡിക്കൽ കോളേജൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ഒരു സബ് സെൻറ്റർ എന്തെങ്കിലും അട്ടപ്പാടിയിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മേലെ പാവങ്ങൾക്ക് ഒരു ഗുണമാണ്. പാവങ്ങളെ ബേസിക്കലി ആദിവാസി ദളിത് ഹിന്ദുക്കളാണ്. ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ അവരെ ഇതിലൊക്കെ അത്യാവശ്യം കാശുണ്ട്, ഗൾഫ് പണം അങ്ങനെയൊക്കെ ഭൂമി. ഹിന്ദുക്കളുടെ സ്ഥിതി ഭയങ്കര കഷ്ടമാണ്. അത് സത്യമാണ്, നമ്മളത് പറയാതിരുന്നൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കഷ്ടപ്പെടുന്നതാണ് ഈ ആദിവാസി ദളിത് മേഖലകൾ, എസ്പെഷ്യലി പാലക്കാട് പോലെയുള്ള ഉൾനാടൻ പ്രദേശങ്ങൾ. അവിടെ സുരേഷ് ഗോപിയോ ആരാണെങ്കിലും ജനങ്ങൾ ഗുണം ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ ഗുണം വെക്കും.